കള്ളന്മാർ വീടുകൾ കുത്തി തുറന്ന് മോഷ്ടിക്കുന്നു. ഈ വാർത്തകളൊക്കെ അറിഞ്ഞു? ഓ അറിഞ്ഞപ്പോ അതുകൊണ്ട് നീ ഇന്നലെ ഗൾഫിൽ പോകുന്നത്? നീ ഗൾഫിൽ പോകുന്നുണ്ട് നീ പോയിട്ടോ? നീ ഇന്നലെ ഗൾഫിൽ പോണത്? ഇന്ന് തന്നെ പോകുന്നത്. എനിക്ക് പോയിട്ട് വരുമ്പോ സ്പ്രേയും സോപ്പും അവിടെ വെളിപ്പെടുത്തുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവരണം. അത് ഞാൻ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരാം. ഓ ശരി. പട്ടണത്തിൽ ഭയങ്കര കള്ളമോഷണമാണ്, വീടുകൾ കുത്തി തുറന്നാണ് മോഷ്ടിക്കുന്നത്. ഓ അതെ, നീ അറിഞ്ഞില്ലേ? അതുകൊണ്ട് നീ ഇന്നലെ ഗൾഫിൽ പോകുന്നത്? നീ ഗൾഫിൽ ഏത് സ്ഥലത്താ പോകുന്നത്? ഞാൻ പോകുന്നത് ബഹറിലാണ്. എന്താ ബർഗറോ? നിനക്ക് ഇപ്പോഴും തിന്നേണ്ട ചിന്ത തന്നെയാണല്ലേ? ബർഗറല്ല അപ്പൂപ്പ, ബഹർ. എനിക്ക് യുഎസിൽ പോകാൻ വിസ എടുക്കും. നിനക്കും തിന്നേണ്ട ചിന്ത തന്നെയാണല്ലേ? അയ്യോ, ഈ അപ്പൂപ്പന്റെ ഒടുക്കത്തെ കേൾപ്പിൽ പറഞ്ഞു. കാരണം ഒന്നും പറയാൻ പറ്റില്ലല്ലോ പൊട്ട അപ്പൂപ്പൻ. മുട്ടയോ ഒന്ന് പോടാങ്ങോട്ട്, എനിക്ക് മുടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവനെ കൊണ്ടുവിടാൻ പോകുന്നുണ്ട്? കൊണ്ടുവിടാൻ കാറില്ല, കാറൊന്നും ഇല്ല. ബൈക്കിലാണ് പോകുന്നത്. എന്റെ കൂട്ടുകാരെ വരാന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു കേട്ടോ, ഞാൻ ഇപ്പം വരാം. ഇവ ഇതുവരെ ഒരുങ്ങിയില്ല. നീ ഗൾഫിൽ പോകുന്നുണ്ട് ഒരുങ്ങുന്നില്ല. ഞാനിതാ ഒരുങ്ങി വരുന്നു, നീ ഇവിടെ ഇരിക്കും. അങ്കിൾ നമുക്ക് വരുമ്പോൾ ഗാലക്സി മുട്ടായി എനിക്ക് വാങ്ങിയിട്ട് വരണേ. അങ്കിൾ എനിക്കാണെങ്കിൽ പിസ്സയും ബർഗറും കൊണ്ടുവരണേ. ഓ ശരി. തീറ്റിപ്പണ്ടാരമേ, നീ പിന്നെ തിന്നില്ല. നീ എന്നാ പോയിട്ടോ? ശരി. നീ പോയിട്ടോ? പോയിട്ട് മറക്കാതെ ഫോൺ വിളിക്കണേ. അങ്ങനെ രണ്ടാം ദിവസം എന്നെ ശരിയാക്കാൻ എഞ്ചിനോ? നിങ്ങൾ അടിയൊന്നും തീർന്നില്ലേ ഇവിടെ? ഈ പത്രത്തിൽ ഇനിയും കുറെ വാർത്ത ഞാൻ നോക്കാന്ന് പറഞ്ഞു. എന്താടാ മുണ്ടാതെ നിൽക്കുന്നത്? എന്തിനാ എന്റെ മുമ്പിൽ വന്ന് ചുമ്മാ നോക്കുന്നത്? കാര്യം പറ. കല്യാണത്തിന് പോയിട്ട് നോക്ക്, പെട്ടെന്ന് വരാം. ഓ പോവാം, വാ. അങ്കിൾ വാ, നമുക്ക് പോകാം. എന്റെ അനിയനൊക്കെ ഉണ്ടോ? എന്റെ അടുത്താണ് ചോദിക്കുന്നത്. പോയി വിളിച്ചോണ്ട് ആടാവാനെ. ഞാനിതാ വരുന്നു. വാ പിന്നെ. വാ. കുള്ളനോ? അവനെ പിടിച്ച് വീട്ടിന്റെ വെളിയിൽ ഇറക്കാം. അപ്പൂപ്പനെ ഒരിക്കലും ചെവിയായിട്ട് കുള്ളനല്ല, കള്ളൻ. കള്ളൻ കള്ളൻ എന്നാ പറഞ്ഞു. വീട്ടിൽ കള്ളൻ കയറിയുന്നു. കള്ളനോ? നീ ഇവിടെ നിക്ക്, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. അയ്യോ, എന്നെ രക്ഷിക്കടാ.
ചേട്ടൻ അനിയനെ തള്ളി. എന്നിട്ട് അവരെ ചെടി കാണിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൂട്ടുകാരനെ ചെടിയിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ തന്നെ വേറെ കള്ളൻ്റെ വേഷമെത്തി അവന്മാരെ ചെടി മോഷ്ടിക്കാനുള്ള തീരുമാനമെടുത്തു. പക്ഷെ അപ്പൂപ്പൻ അങ്കിളും അത് വിട്ടുകൊടുത്തില്ല. അവിടെ ഒറ്റനേൽ പ്രയോഗം പ്രയോഗിച്ചു. അവർ കള്ളന്മാരെയും പിടികൂട്ടി. കള്ളന്മാരെ പിടികൂടുന്ന മുമ്പ് അവിടെ ഒരു ചിങ്കിടിയായ രത്നയും കൂടെ പിടിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അണ്ടർഗ്രൗണ്ടിലാണ് അവന്മാരുടെ സാമ്രാജ്യം എന്ന് പറഞ്ഞു. അവർ അണ്ടർഗ്രൗണ്ടിൽ പുറത്തു അടിയുണ്ടായി. അവിടെ നിന്ന് ചെടി കിട്ടി. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. കാണാതെ പോയ കള്ളൻ കൂട്ടുകാരനെ കണ്ടെത്തി. എന്നിട്ട് തമിഴ് കുട്ടികൾ അവിടെ വീട്ടിൽ ലാസ്റ്റ് ദിവസം അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കള്ളൻ എത്തി. ലാസ്റ്റ് കള്ളൻ വരുന്നു. എന്നിട്ട് അനിയൻ അപ്പൂപ്പനടുത്ത് അങ്കിളിൻ്റെ അടുത്ത് പറയുന്നു കള്ളൻ വീട്ടിനകത്ത് കയറിയെന്ന്. അപ്പൂപ്പൻ്റെ അങ്കിളും ഒറ്റ നില പ്രയോഗമായിട്ട് അവരെ വീട്ടിൽ ചെന്നു. അവർ വീട്ടിൽ പോയപ്പോൾ ആ കള്ളൻ ഓടി. അവരെ കണ്ട് പേടിച്ചോടി. പക്ഷെ അവർ അപ്പൂപ്പനെ അടിച്ചു. ഇവർ രണ്ടുപേരും എല്ലാം അടിയുമായി. ലാസ്റ്റ് അനിയൻ ചേട്ടൻ എന്ന കഥ അവസാനിച്ചു.